ഹലോ കൂട്ടുകാരെ, കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ആദിക്കുട്ടൻ എണീറ്റ് വന്നപ്പോഴേ ചേച്ചിമാർ വിഷ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത്. സിൽവർ കളയുടെ മുണ്ടും കുർത്തയായിരുന്നു ആദിക്കുട്ടൻ അമ്പലത്തിൽ പോയപ്പോൾ ഇട്ടത്. അമ്പലത്തിൽ പോയി അവിടെ മുഴുവൻ ഓടി നടന്ന് അവിടെ പടം വരയ്ക്കുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ശാന്തി കൊടുത്ത അവലും മലരുമൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ പായസമായിട്ട് ആദിക്കുട്ടൻ്റെ അംഗനവാടിയിൽ ചെന്ന് ടീച്ചറും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് പോകാൻ മടിയായിരുന്നു. 2 ടീച്ചർമാർക്കും ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോന്ന്. പിന്നെ അവിടെ വന്ന് ആദിക്കുട്ടനും പായസം കുടിച്ച്, സൗമ്യയും പായസം കുടിച്ച്. അങ്ങനെ രാത്രിയായപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ കേക്ക് മുറിയായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് സന്ധ്യ ആയപ്പോഴേക്കും നമ്മൾ ആൻറ്റിയും എല്ലാവരുമൊക്കെ എത്തി. അപ്പോൾ കേക്ക് വന്നപ്പോൾ ഉള്ള ആദിക്കുട്ടൻ്റെ സന്തോഷമാണിത്. കേക്ക് ജിത്തുമാമൻ അകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ എല്ലാവരുമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കേക്ക് എടുത്ത് ആദിക്കുട്ടനും വന്ന് കേക്ക് മുറിച്ച്. ആന, പുലി, കടുവ, സിംഹമൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വന്നേക്കണത് ആനയും സിംഹവും കുരങ്ങും ജിറാഫൊക്കെയാണ്. അങ്ങനെ ഹാപ്പിയായിട്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും കൂടി കേക്ക് മുറിച്ച്. ആദിക്കുട്ടനും ഹാപ്പിയായി. കൊല്ലപ്പള്ളിയിലുള്ള ആദീസ് കേക്ക്, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എപ്പോഴും കേക്ക് വാങ്ങാറ്. കുറഞ്ഞ റേറ്റുമാണ്, നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും വയലാറ് ഇവിടെ ചേർത്തല ഭാഗത്തുള്ളവരൊക്കെ വന്ന് അവർക്ക് വാങ്ങും. നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അവർ കേക്ക് മുറിക്കാൻ ഇത്തിരി ഒരു താമസം വന്നപ്പോഴേ ആദിക്കുട്ടൻ പതിയെ അതിന്മേന്ന് ചുരണ്ടി അതൊരു ഹോളാക്കി വെച്ച് അതിന്മേന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത്. എന്ത് കേക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴേ ആദിക്കുട്ടൻ പറഞ്ഞ് ആദിക്കുട്ടന് പുലിയും കടുവയും ആനയും ഒക്കെ ഉള്ള സിംഹമൊക്കെ ഉള്ള കേക്ക് വേണമെന്ന്. അത് പറഞ്ഞിട്ട് അവരങ്ങനെ തന്നെ കൊണ്ടുവന്ന്. പിന്നെ പേരെന്ത് എഴുതണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ആദി രതീഷ് എന്ന് എഴുതണമെന്ന് പറഞ്ഞ്. അതങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് വന്നു കേട്ടോ അവർ, നമ്മൾ പറഞ്ഞിട്ട്. അവനോട് പേര് ചോദിച്ചാൽ നിൻ്റെ പേരെന്താടാന്ന് ചോദിച്ചാൽ അവൻ പറയണതാണത്, സൂപ്പർ സ്റ്റാർ ആദി രതീഷ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ മനസ്സിലാവില്ല, ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഓരോ നേരവും ഓരോ കേക്ക് പറയും. ഓഗി കേക്ക് വേണമെന്ന് പറയും, ആന കേക്ക് വേണമെന്ന് പറയും, ഉറുമ്പ് കേക്ക് വേണമെന്ന് പറയും, JCB കേക്ക് വേണമെന്ന് പറയും. എന്തായാലും കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, അലമ്പൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കേക്ക് മുറിച്ച്. ആദിക്കുട്ടനെ എല്ലാവരും കേക്ക് കൊടുത്ത്. അമ്മച്ചിയമ്മ, മാമൻ, അച്ചാമ്മ, അപ്പുറത്ത് സുബിച്ചേട്ടൻ, കുഞ്ഞമ്മ, ചിറ്റ എല്ലാവരും കൊടുത്തു കേട്ടോ. എല്ലാവരും കൊടുത്തപ്പോഴേക്കും ആൾ ഹാപ്പിയായി. കേക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ വേണ്ടെന്നോ കരച്ചില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിമാർക്കൊക്കെ അവൻ കൊടുത്ത്. അങ്ങനെ ഒരു പിണക്കോ വഴക്കൊന്നും ഉണ്ടായിരുന്നു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ ആദിക്കുട്ടൻ. ആരെങ്കിലും വന്ന് കൊടുക്കാൻ താമസിച്ചാൽ ഉടനെ പുള്ളി തന്നെ എടുത്ത് കഴിക്കും. കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി കൊണ്ടുവന്ന് അവനെന്തോ ഗിഫ്റ്റ് കൊടുത്ത്. പിന്നെ ചേച്ചിമാരുടെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. മാമാച്ചി കേക്ക് പീസാക്കി പുറത്തെല്ലാവർക്കും മാമിയും പൊന്നും കൂടിയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോഴേക്കും ബാലച്ചേച്ചി ഗിഫ്റ്റ് കിട്ടി, ആദിക്കുട്ടന് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് ഡയറി മിൽക്കാണ് വാങ്ങിച്ചു കൊടുത്തത്. അതെല്ലാവരും കൂടി കഴിച്ച്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇടിയപ്പവും ബീഫ് കറിയായിരുന്നു. അത് പിള്ളേർക്കെല്ലാവർക്കും അകത്തിരുത്തി കൊടുത്ത്. പിന്നെ അവർ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആമിയുടെയും പൊന്നുൻ്റെയും കൂട്ടുകാരിയാണ് ആരാധ്യ രാജേഷ്, അവർ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോകാനിറങ്ങിയായിരുന്നു. അപ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടി വീണ്ടും കളിക്കാൻ പുറത്തിറങ്ങി കളിച്ച്. എല്ലാവരും പോയി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച്. അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആദിക്കുട്ടനും മാളും ആമിയും പൊന്നും ഒക്കെ കൂടി കളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി. രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പോയി. കിട്ടിയ ഉടുപ്പിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ആദിക്കുട്ടൻ ഇട്ട ഉടുപ്പിൻ്റെ പുറമേ തന്നെ ഇട്ട്. എല്ലാം അപ്പം തന്നെ ഇടണമെന്നായിരുന്നു പുള്ളിക്ക്. പിന്നെ എല്ലാം രാത്രി മേലൊക്കെ കഴുകി വന്നു കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ എടുത്തൊന്ന് നോക്കി എല്ലാം ഇടണമെന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് ഒരെണ്ണം ആമി എടുത്തിട്ട് ഒരെണ്ണം പൊന്നും എടുത്തിട്ട് ഇത് മുഴുവൻ ഞങ്ങൾക്ക് പാകാമെന്നും പറഞ്ഞാണ് അവരിരിക്കണത്.
ഉടുപ്പുകളെല്ലാം രണ്ടുപേരും കൂടി നോക്കി അതിൽ നിന്ന് ഒരെണ്ണം രണ്ടുപേർക്കും ഇഷ്ടമായി. ആ ഒരെണ്ണത്തിൻ്റെ തന്നെ നിക്കർ ആമിയിട്ട് ബനിയൻ പൊന്നും ഇട്ട്. അപ്പോൾ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.